നിനുവയിലെന്നോണം ഞങ്ങളിലലിയണമേ. വിമുഖത പാപികളാമിവരിൽ കാട്ടിയിടരുതേ. അൻപുടയോനേ നിൻ വാതില ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നിങ്ങൾക്കേവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. ഒരു ചെറിയ നോമ്പ് അഥവാ 3 നോമ്പ് എന്ന് അറിയപ്പെടുന്നതായ നിനവേ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ 3 നോമ്പ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. ദൈവസന്നദ്ധിയിൽ ഒരു ജനത പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയും ദൈവസന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ അവർ പ്രാപിക്കുകയും ചെയ്തതിൻ്റെ അതിൻ്റെ സൂചനയായിട്ടാണ്, അതിനുള്ളതായ നന്ദിയായിട്ടാണ് ഈ നോമ്പ് എല്ലാവരും അനുഷ്ഠിക്കുന്നത്. ദൈവസന്നദ്ധിയിൽ അനുഗ്രഹപ്രദമായി നിനവേ നഗരം നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് അനുഗ്രഹത്തിൻ്റെതായ അനുഭവത്തിലേക്ക് ആ ജനം മാറിയത്? വളരെയേറെ പാപത്തിൻ്റെതായ അനുഭവത്തിൽ ദൈവത്തെ മറന്ന് ജീവിച്ചതായ നിനവേ നഗരത്തോട് ദൈവത്തിന്റെ പ്രവാചകനാകുന്ന യോനയിലൂടെ ദൈവം അരുളി ചെയ്യുന്നു, ഈ നഗരം 40 ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ നശിപ്പിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ അടുക്കൽ പ്രവാചക ശബ്ദം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് അനുകൂലമല്ലാത്തതായ കാര്യങ്ങളാണ് എങ്കിൽ നിരാശയുടെ അനുഭവത്തിലേക്ക് പോകുന്നുണ്ട്. അനുകൂലമായ കാര്യങ്ങളാണ് എങ്കിൽ അവിടെ സന്തോഷത്തോടു കൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവവൈദ്യനാണ് നാം എങ്കിൽ നാം തിരിച്ചറിയണം, ദൈവത്തിൻ്റെതായ നീതി എന്നുള്ളത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ദൈവ പൈതലിന് അനുഗ്രഹങ്ങൾ നൽകുവാൻ അവൻ സന്നദ്ധനാണ് എന്നുള്ളതാണ്. നാശത്തിന്റെ അനുഭവത്തിലേക്ക് പോകുമെന്ന് പറയുന്നതായ നിനവേ നഗരം നാശത്തിലേക്ക് പോകാതെ ദൈവത്തിന്റെ ആ വാക്കുകൾ മാറ്റുന്നതിന്റെ കാരണം അവർ ദൈവത്തിൽ ആശ്രയം വെച്ച് പൂർണ്ണമായി ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചു എന്നുള്ളതാണ്. പ്രിയ ദൈവജനമേ, നാം അറിയേണ്ട കാര്യം എന്നുള്ളത്, പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നീക്കുവാനായിട്ട് വളരെയേറെ ഞെരുക്കുമ്പോൾ നിരാശയുടെ അനുഭവത്തിലേക്ക് നാം മാറുകയല്ല വേണ്ടത് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതായ ആ ഒരു ബോധ്യമില്ലാതെ, വഴിയറിയാതെ നമ്മൾ നീങ്ങുമ്പോൾ നാം തിരിച്ചറിയണം, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം കഷ്ടതയുടെ അനുഭവത്തിൽ നിന്ന് മാറി പ്രത്യാശയുടെ കവാടങ്ങൾ തുറക്കുമെന്നുള്ളതായ ആ വസ്തുത തിരിച്ചറിയണം. നാശത്തിന്റെ അനുഭവത്തിലേക്ക് പോകുമെന്നറിയുമ്പോൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ജനത്തെ നമ്മൾ കാണുന്നുണ്ട്. അവർ ചെയ്യുന്ന കാര്യം എന്നുള്ളത്, അവർ പ്രാർത്ഥിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത് എന്ന് വേദപുസ്തകത്തിൻ്റെതായ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോന പ്രവചന പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, അവർ തങ്ങളുടെ ദുഷ്പ്രവർത്തികളും സാഹസവും വിട്ടുതിരിഞ്ഞു എന്ന് അവരുടെ പ്രവർത്തികളാൽ ദൈവം കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തതായ ആ വചനം അവൻ അത് നിവർത്തിക്കാതെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നാം തിരിച്ചറിയണം, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസവും അതെല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമായി മാറുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഉപവസിക്കുന്നതായ അനുഭവമോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ എന്ന് കാണിക്കുമ്പോഴല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെതായ ആ ഒരു പ്രത്യാശയുടെ അനുഭവം, നീതിയുടെ അനുഭവം, സത്യത്തിന്റെ അനുഭവം, അതെ വിശുദ്ധിയുടേതായ അനുഭവം, സ്നേഹത്തിൻ്റെതായ അനുഭവം ഉണ്ടാകുമ്പോഴാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ വിദ്വേഷവും പകയും പിണക്കവും ഉണ്ടായെങ്കിൽ
ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതല്ല എന്നുള്ളതായ വസ്തുതയും നാം തിരിച്ചറിയണം. മറിച്ച് ദുർമാർഗവും ദുഷ്പ്രവൃത്തിയുമെല്ലാം വിട്ടുതിരിഞ്ഞ് വിശുദ്ധിയോടുകൂടെ നിൽക്കുന്നതായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായി മാറുന്നത്. എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിനവേ നഗരം രക്ഷപ്പെട്ടതുപോലെ വിശുദ്ധിയുടേതായ അനുഭവത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനും, അതെ, കഷ്ടതയുടേതായ നിരാശയുടേതായ അനുഭവത്തിൽ നിന്ന് മാറി പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുവാൻ പര്യാപ്തനാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നോമ്പാനുഷ്ഠാനവുമെല്ലാം അത് പൂർണ്ണതയിലെത്തും. ദൈവം നമ്മെ സഹായിക്കും. ആയതിന് ഈ നോമ്പ് കാലയളവ് നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളിലലിയണമേ, വിമുഖത പാപികളാമിവരിൽ കാട്ടിടരു.